ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ടീച്ചർ ഇന്ന് എത്തിയിട്ടുള്ളത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പം നമ്മൾ പരീക്ഷയുടെ റിവിഷൻ ക്ലാസ്സുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് എന്ന വിഷയമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കുറേ കൂട്ടുകാരായിട്ട് ചോദിക്കുന്നു, ടീച്ചറെ ഇംഗ്ലീഷ് ക്ലാസ് പെട്ടെന്നൊന്ന് ഇടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതാ ടീച്ചർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മക്കൾക്ക് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസും പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ പഠിക്കേണ്ടതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ടീച്ചർ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുള്ള മലയാളം അതുപോലെ തന്നെ ഗണിതത്തിലെയും കാര്യങ്ങളൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസൊക്കെ കാണാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ചിത്രം വരയ്ക്കാനായിരിക്കും കേട്ടോ. ചിലപ്പോൾ മക്കൾക്ക് ദാ ടീച്ചർ ഇവിടെ കൊടുത്തതുപോലെ ഒരു ഡോട്ടഡ് പിക്ചർ അവിടെ കൊടുക്കും. അതായത് കുത്തുകുത്തുള്ള ഒരു ചിത്രം നമുക്കവിടെ ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് കളർ ചെയ്യാനായിരിക്കും പറയേണ്ടായിരിക്കുക. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ 1ാം പാഠഭാഗത്തിൽ ഒരുപാട് വെഹിക്കിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഒരുപാട് വാഹനങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കൂട്ടുകാർക്ക് ഒരു വാഹനത്തിൻ്റെ ചിത്രം തരാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു പിക്ചറിന് കളർ ചെയ്യാനും അതോടൊപ്പം തന്നെ അത് ഏതാണ് വെഹിക്കിൾ എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ പേരെഴുതാൻ കൂടി കൂട്ടുകാരെടുത്ത് പറയൂ കേട്ടോ. അപ്പോൾ മക്കൾ നോക്കിക്കേ, ടീച്ചർ അതേപോലെ ഒരു ഡോട്ടഡ് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പൂർത്തിയാക്കിയാൽ മക്കൾക്ക് ഏത് വെഹിക്കിളാണ് കിട്ടുക? ഇതേ രീതിയിൽ ഒരു കാറ് കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അതിൽ മക്കൾക്ക് ഇതേപോലെ ദിസ് ഈസ് എ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ മക്കൾ എന്ത് എഴുതി ചേർക്കണം? നിങ്ങൾക്ക് ഏത് വെഹിക്കിളിൻ്റെ പിക്ചറാണോ തന്നത് ആ ഒരു വെഹിക്കിളിൻ്റെ പേര് വേണം അവിടെ എഴുതി ചേർക്കാനായിട്ട്. നമുക്കിപ്പോൾ കാറിൻ്റെ പിക്ചറാണ് തന്നത് അല്ലേ, അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചേർക്കണം? കാറെന്ന് വേണം ചേർക്കാനായിട്ട്. ഇനി മക്കൾക്ക് ബസ്സോ അല്ലെങ്കിൽ ബൈസിക്കിളോ അല്ലെങ്കിൽ ട്രെയിനോ അങ്ങനെ ഏത് പിക്ചർ തരികയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അവിടെയുള്ള പേര് മാറ്റി എഴുതണം കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? കുറച്ച് വെഹിക്കിൾസിൻ്റെ പേരൊക്കെ പഠിക്കണം. അപ്പോൾ ഏതൊക്കെ വെഹിക്കിൾസിൻ്റെ പേരുകളാണ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് ടീച്ചർ വഴിയേ പറയാം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കൂ. ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വെഹിക്കിൾസിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പിക്ചറായിരിക്കും കൂട്ടുകാർക്ക് വരയ്ക്കാനുണ്ടായിരിക്കുക എന്നുള്ളത് അല്ലേ. പിന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? നമ്മുടെ പാരറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. അപ്പം മക്കൾ ഇതാ ഇവിടെ തന്നിട്ടുള്ള ഇതുകൂടി ഒന്ന് പാരറ്റിനെ കുറിച്ച് കൂടി ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. കാര്യം ചിലപ്പോൾ നമുക്ക് പാരറ്റിൻ്റെ പിക്ചറായിരിക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പാരറ്റിൻ്റെ കളർ എന്താണെന്നൊക്കെ കൂട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാലോ. എന്ത് കളറാണ്? ഗ്രീൻ കളറാണ് അല്ലേ. അപ്പോൾ അവിടെ തന്നിട്ടുള്ള പിക്ചർ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പാരറ്റിൻ്റെ പേര് കൂടി മക്കൾ അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് പഠിക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, ഇനി ടീച്ചർ നേരത്തെ പറഞ്ഞു മക്കൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വാഹനങ്ങളുടെ പേരുകൾ. ഇവിടെ നോക്കിക്കുക മക്കളെ, കാർ, ബസ്, ജീപ്പ്, സ്കൂട്ടർ, ട്രെയിൻ, ബൈസിക്കിൾ, ലോറി, വാൻ. അപ്പം ഇത്രയും പേരുകൾ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഏത് രീതിയിലാണ് ചോദ്യം വരാമെന്ന് വെച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു വാഹനങ്ങളുടെ പേരുകളും തരും, അതോടൊപ്പം തന്നെ അവയുടെ ചിത്രങ്ങളും തരും. എന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് പറയും? ഇതുപോലെ മാച്ച് ചെയ്യാനായിട്ട് പറയൂ കേട്ടോ. ഒരു സൈഡിൽ വാഹനങ്ങളുടെ പേരുകൾ തരും, ഒരു സൈഡിൽ എന്ത് തരും? അവയുടെ പിക്ചേഴ്സ് തരും. എന്നിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, എല്ലാ വാഹനങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ പേരുകളും അതോടൊപ്പം തന്നെ അവയുടെ പിക്ചറും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഓക്കെ മക്കളെ, ഇനി മറ്റൊരു പ്രവർത്തനം നിങ്ങൾക്ക് വരുന്നത് ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ എന്നൊന്ന് കേൾക്കുമ്പോൾ മക്കൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കൾ നോക്കിക്കേ, അവിടെ എന്തിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്? ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ മക്കൾക്ക് അറിയാമല്ലേ ഏതാണ് വെഹിക്കിള്? ബസ്സാണ് അല്ലേ. ഓക്കെ മക്കളെ, ആ ഒരു ബസ്സിനെയാണ് മക്കൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് കേട്ടോ. നോക്കിക്കേ, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് താഴെ ബോക്സിൽ കുറച്ച് വേർഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് എവിടെയാണോ അത് മാച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഫില്ല് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടേക്ക് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നിട്ടുള്ള സെൻറ്റൻസ് എന്തൊക്കെയാണെന്നൊന്ന് വായിച്ചു നോക്കാം അല്ലേ. ദിസ് ഈസ് എ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മക്കൾ എന്ത് ഫില്ല് ചെയ്യണം? എന്തിൻ്റെ പിക്ചറാണോ മക്കൾക്ക് തന്നത് അതാണ് മക്കൾ അവിടെ എഴുതേണ്ടത്. ഇനി മക്കൾക്ക് അതിൻ്റെ സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് താഴെ ബോക്സിൽ ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അതിലൊരു വേർഡാണ് എന്തെന്ന് പറയുന്നത്? ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വേർഡ് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അവിടോട്ട് എഴുതിയാൽ മാത്രം മതി. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ദി ബസ് ഹാസ് ഡാഷ്.
ബസ്സിന് എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. ബസ് നോക്കിക്കേ മക്കളെ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുള്ളത് നോക്കിക്കേ. മിററുണ്ടോ, കണ്ണാടി ഉണ്ടോ? ഉണ്ട് അല്ലേ. ബസ്സിന് ഹോൺ ഉണ്ടായിരിക്കുമോ? നമുക്കറിയാം അല്ലേ, ബസ്സിന് ഹോൺ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ബസ്സിൽ എന്തുണ്ടായിരിക്കും? സീറ്റ് ഉണ്ടായിരിക്കും, ടയറുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് മക്കൾക്ക് അവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നോക്കിക്കേ, അപ്പം ടീച്ചർ ഇങ്ങനെയാണ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒന്നിച്ചൊന്ന് വായിച്ച് നോക്കാം. ദിസ് ഈസ് എ ബസ്. The bus has horn. The bus has two mirror. The bus has wheels. അപ്പം മക്കൾക്ക് ഇത്തരത്തിലൊരു പ്രവർത്തനം വരികയാണെങ്കിൽ മക്കൾ എന്ത് പഠിച്ചാൽ മതി? പ്രധാനമായിട്ട് മിററ്, അതുപോലെ തന്നെ വീൽസ്, പിന്നെ ഹോണ്, സീറ്റ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് ഒക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ മക്കൾക്ക് മിക്കപ്പോഴും നമുക്ക് അവിടെ ബോക്സിൽ തരുന്നുണ്ടായിരിക്കും, അവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. എങ്കിലും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഒരു വെഹിക്കിളിൻ്റെ പ്രധാനപ്പെട്ട പാർട്സിൻ്റെ പേരൊക്കെ ഒന്ന് മക്കൾ പഠിച്ചിരിക്കുക. പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം ഇതുപോലെ പാരറ്റിനെ കുറിച്ച് എഴുതാനാണ് കേട്ടോ. അപ്പം നമുക്കറിയാം പാരറ്റിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ചിലപ്പോൾ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എങ്ങനെയായാലും മക്കൾ എന്ത് ചെയ്യുക, പാരറ്റിനെ കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം മക്കൾ നോക്കിക്കേ. ഐ ആം എ പാരറ്റ്. ഐ ഹാവ് എ ബീക്ക്. ഐ ഹാവ് 2 legs. ഐ ഹാവ് എ റെഡ് റിംഗ്. ഐ ക്യാൻ ഫ്ലൈ. അപ്പം ഇത്രയും ഒരു സെൻറ്റൻസ് എങ്കിലും മക്കൾ എന്ത് ചെയ്യുക, പാരറ്റിനെ കുറിച്ചൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഈ ഒരു പാരറ്റിനെ സംബന്ധിച്ച് എന്തൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പേരുകൾ അറിഞ്ഞിരിക്കുക കേട്ടോ. മക്കളിവിടെ നോക്കിക്കേ. ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, ഓറഞ്ച്, ബനാന. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സിൻ്റെ പേരുകളും അവയുടെ പിക്ചേഴ്സും തരികയാണെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യണം, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. നമുക്ക് ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, അത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നോക്കിക്കേ മക്കളെ, ഇതേപോലെ ഒരു സൈഡിൽ അവയുടെ പിക്ചേഴ്സ് തരും, തൊട്ടടുത്തായിട്ട് അവയുടെ പേരുകൾ തരും. എന്നിട്ട് ഓരോ പിക്ചറും നോക്കിയിട്ട് അതിൻ്റെ പേരേതാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിലോട്ട് മാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള 5 ഫ്രൂട്ട്സിൻ്റെ പേരുകളെങ്കിലും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇത് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ് കേട്ടോ. അപ്പം ആ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് മക്കൾക്ക് ചോദിക്കാമെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, ഇവിടെ നമ്മൾ 2 വെഹിക്കിൾസിനെയാണ് കൊടുത്തിട്ടുള്ളത്. മിക്കപ്പോഴും നിങ്ങൾക്ക് വെഹിക്കിൾസ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരിക. അപ്പം നോക്കിക്കേ, അവിടെ ഏതൊക്കെ വെഹിക്കിൾസ് ആണുള്ളത്? എയ്റോപ്ലെയിനുണ്ട്, അതുപോലെ തന്നെ കാറും ഉണ്ട് അല്ലേ. ഓക്കെ മക്കളെ, നമ്മുടെ എയ്റോപ്ലെയിൻ എന്താണ് പറഞ്ഞത് നോക്കിക്കേ. ഐ ഹാവ് വിങ്സ്. എന്താ പറഞ്ഞത്? ഐ ഹാവ് വിങ്സ് അല്ലേ, എനിക്ക് ചിറകുകളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു അല്ലേ, ഐ ഹാവ് നോ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. എനിക്ക് വേറെ എന്തോ ഒരു കാര്യം ഇല്ല എന്ന് കൂടി ആര് പറയുന്നുണ്ട്? നമ്മുടെ എയ്റോപ്ലെയിൻ പറയുന്നുണ്ട് അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, നമ്മുടെ കാറാണുള്ളത്. കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഐ ഹാവ് ഹോൺ. എനിക്ക് എന്തുണ്ട്? ഹോൺ ഉണ്ട് അല്ലേ. പക്ഷേ അവൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് നോ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, എനിക്ക് ഒരു സാധനം ഇല്ല എന്ന് കൂടി നമ്മുടെ കാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വിമാനം എന്ത് പറഞ്ഞു? അവന് ചിറകുണ്ടെന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ കാർ എന്ത് പറഞ്ഞു? അവന് ഹോൺ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, 2 പേരും അവർക്കില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക? നമ്മുടെ എയ്റോപ്ലെയിന് ഹോൺ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമുക്ക് അവിടെ എന്ത് എഴുതാം? ഐ ഹാവ് നോ ഹോൺ എന്ന് എഴുതാം അല്ലേ. അടുത്തത് നമ്മുടെ കാറിന് നമ്മുടെ എയ്റോപ്ലെയിനെ പോലെ വിങ്സ് ഉണ്ടോ? ചിറകുണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമുക്ക് അവിടെ എന്ത് എഴുതാം? ഐ ഹാവ് നോ വിങ്സ് എന്ന് എഴുതാം അല്ലേ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, വെഹിക്കിൾസിനൊക്കെ മാറ്റിയിട്ട് മറ്റ് വെഹിക്കിൾസിൻ്റെ പിക്ചേഴ്സോ പേരുകളോ ഒക്കെ തരും. അപ്പോൾ അതനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക, അവർ തമ്മിലുള്ള ആ ഒരു ഡയലോഗ്സ് മാറ്റി കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.